Hello dear friends, welcome to the NerdSpin YouTube channel. നമുക്ക് previous questions DMEക്ക് വേണ്ടി we can discuss some previous questions because staff nurseന്റെ previous exams നിന്ന് മാത്രമല്ല ബാക്കിയുള്ള മെഡിക്കൽ ഓഫീസേഴ്സ് അതുപോലെ ഫാർമസിസ്റ്റ് തുടങ്ങിയ എക്സാമുകളിൽ നടന്ന ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ അവർ എടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നഴ്സിംഗ് സൈഡിൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദിസ് വീഡിയോ വിൽ ബി യൂസ്ഫുൾ ഫോർ ESIC staff nurse examination also. I hope 2 questions will definitely ask for coming any nursing examinations. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനലിൽ പുതിയ ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത്. നമ്മുടെ വീഡിയോ ഓൾറൈറ്റ് ഡേയ്സ് ഇപ്പോൾ വരുന്നുണ്ട്. എല്ലാ ദിവസവും വീഡിയോ തരാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ലെറ്റ് us discuss. First question, all of the following are seen in depressive disorder except options: flight of ideas, psychomotor agitation, anhedonia, suicidal ideations. All of the following are seen in depressive disorder except. Correct answer in this option is flight of ideas. Flight of ideas നമുക്കറിയാം, rapid shifting of ideas from one idea to another, especially commonly seen in mania. മാനിയയിൽ കാണുന്നതാണ് ഷിഫ്റ്റിംഗ് ഓഫ് ഐഡിയാസ് ഫ്രം വൺ ഐഡിയ ടു അനദർ. സൈക്കോമോട്ടർ അജിറ്റേഷൻ, അനഡോണിയ, സൂയിസൈഡൽ ടെൻഡൻസീസ് ഇതൊക്കെ ഡിപ്രഷനിൽ കാണുന്നതാണ്, മേജർ ഡിപ്രഷനിൽ കാണുന്നതാണ്. സൈക്കോമോട്ടർ അജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻഷ്യസ് റെസ്റ്റ്ലെസ്നെസ് ആണ്. റെസ്റ്റ്ലെസ്നെസ് ആയിരിക്കും ഭയങ്കരമായിട്ട്, സാധാരണയായിട്ട് ഡിപ്രഷനിൽ കാണുന്നതാണ്. ബൈപ്പോളർ ഡിസോർഡറിൽ ഡിപ്രസീവ് ഫേസിൽ കാണുന്നുണ്ട്. ബൈപ്പോളർ ഡിസോർഡർ എന്ന് പറയുമ്പോൾ മാനിയും ഡിപ്രഷനും മാറി മാറി വരുന്നതാണ്. അതിൽ ഡിപ്രസീവ് ഫേസിൽ കാണുന്നതാണ് സൈക്കോമോട്ടർ അജിറ്റേഷൻ. അനഡോണിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലാക്ക് ഓഫ് പ്ലഷർ ഇൻ പ്രീവിയസ് പ്ലഷറബിൾ ആക്ടിവിറ്റീസ്. നേരത്തെ പ്ലഷർ കിട്ടിയിരുന്ന കാര്യങ്ങളിൽ ഇപ്പോൾ പ്ലഷർ കിട്ടുന്നില്ല. സൂയിസൈഡൽ ഐഡിയേഷൻ നമുക്കറിയാം. ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ് ആണ് ഡിപ്രഷനിൽ കാണാത്തത്. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇവർമെക്റ്റിൻ ഈസ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഓപ്ഷൻസ്: സിഫിലിസ്, മീസിൽസ്, സ്കേബിസ്, ലെപ്രസി. Ivermectin is used in the treatment of. Correct answer is scabies. Ivermectin is used in the treatment of scabies. But parasitic infestations. Usually, ivermectin is used in the case of parasitic infestation. That means പകർച്ചവ്യാധികൾ. സ്കിന്നിൽ ഉള്ള പകർച്ചവ്യാധികൾക്ക് കൊടുക്കുന്നതാണ് ഇവർമെക്റ്റിൻ. എസ്പെഷ്യലി അസ്കാരിയാസിസ് ആൻഡ് സ്കേബിസ്. നമുക്കറിയാം സ്കേബിസ് ഇസ് എ വെരി itchy skin lesion. Scabies is a very itchy, contagious skin lesion. It can spread from direct contact, skin to skin contact. The scabies can spread. Scabies is caused by Sarcops scabies. Scabies is caused by Sarcops scabies. So we can move to the third question. All of the following are predisposing factors for cancer tongue except options: spicy food, Sjogren syndrome, septic tooth, syphilis. All of the following are predisposing factors for cancer tongue except. Correct answer is Sjogren syndrome. Sjogren syndrome ക്യാൻസർ ടങ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ബിക്കോസ് Sjogren syndrome ഇസ് ആൻ ഓട്ടോഇമ്മ്യൂൺ ഡിസോർഡർ. ഓട്ടോഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ അവയവങ്ങളെ അല്ലെങ്കിൽ ടിഷ്യൂസിനെ, സെൽസിനെയൊക്കെ അറ്റാക്ക് ചെയ്യുന്നതാണ് ഓട്ടോഇമ്മ്യൂൺ ഡിസോർഡർ. സോ ഇൻ ദ കേസ് ഓഫ് Sjogren syndrome, വാട്ട് വിൽ ഹാപ്പൻ? ദ ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്ക് ദ സലൈവ ഓർ ടിയേഴ്സ് പ്രൊഡ്യൂസിംഗ് ഗ്ലാൻഡ്സ്. In Sjogren syndrome, our immune system attack our own tears and saliva producing glands. That means lacrimal glands. Tears produce in the lacrimal glands ഒക്കെയാണ്. അപ്പോൾ ഗ്ലാൻഡ്സിനെ അറ്റാക്ക് ചെയ്യുന്നതാണ്. സോ Sjogren syndrome cause dryness of the mouth and eye. Sjogren syndrome cause dryness of mouth and eye. നമ്മുടെ കണ്ണുകളും അതുപോലെ തൊണ്ടയൊക്കെ വരളുന്ന ഒരു അസുഖമാണ്. സോ സ്പൈസി ഫുഡ്, സെപ്റ്റിക് ടൂത്ത്, അതുപോലെ സിഫിലിസ് എങ്ങനെ ഉണ്ടാക്കും എന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും. എങ്ങനെ ക്യാൻസർ ടങ് ഉണ്ടാക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിഫിലിസിന്റെ സോറ്, കാൻഗ്ര എന്ന് പറയുമ്പോൾ സോറ് യൂഷ്വലി നമുക്ക് ലിപ്സിൽ, മെയിൽസിലാണെങ്കിൽ അപ്പർ ലിപ്സിൽ, ഫീമെയിൽസിലാണെങ്കിൽ ലോവർ ലിപ്സിൽ, ടങ്ങിലൊക്കെ കാണുന്നതാണ്. സോ ദാറ്റ് വിൽ കോസ് സിയർ ടങ്. സോ വി ക്യാൻ മൂവ് ടു ദ ഫോർത്ത് ക്വസ്റ്റ്യൻ. എഗാവ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ഇഞ്ചുറി ഓഫ് ഓപ്ഷൻസ്: median nerve, radial nerve, axillary nerve, ulnar nerve.
EGAVA test is used to detect injury of ulnar nerve. EGAVA test is used to detect injury of ulnar nerve. How to perform this EGAVA test? What you have to do is you have to place your palm in the table and you have to separate your middle finger like this. So there will be if there is any injury ulnar nerve area, it will not be possible. ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല ulnar nerve injury ആണെങ്കിൽ. So we can move to the fifth question. Which of the following cancers can be prevented by vaccines? Options: carcinoma breast, carcinoma cervix, carcinoma lungs, carcinoma colon. Which of the following cancers can be prevented by vaccines? Correct answer is carcinoma cervix. Gardasil 9 എന്നുള്ള vaccine. The vaccine name is Gardasil 9. We can administer that vaccine for females. It can prevent not only cancer cervix but also vagina, cancer vulva and head and neck cancers. So the Gardasil 9 vaccines prevent mainly cancer cervix and cancer vagina, vulva, head and neck cancers. So these vaccines can be administered 0.5 ml subcutaneous, 0.5 ml IM. This Gardasil 9 prevent 7 type of human papilloma virus. 7 തരത്തിലുള്ള ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെ തടയാൻ നമുക്ക് ഈ ഗാർഡസിൽ 9 എന്നുള്ള വാക്സിൻ ഉപയോഗിക്കാം. ഇത് നമ്മൾ 0.5 ml IM നമ്മുടെ ഡെൽറ്റോയിഡ് മസിലിന് അല്ലെങ്കിൽ ആന്റീരിയോ ലാറ്ററൽ തൈ മസിൽസിനാണ് ഉപയോഗിക്കുന്നത്. ആന്റീരിയോ ലാറ്ററൽ തൈ അല്ലെങ്കിൽ ഡെൽറ്റോയിഡ് മസിലിന് 0.5 ml IM ആണ്. മാർക്കരുത്, ഗാർഡസിൽ 9. 7 തരത്തിലുള്ള ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെ നമുക്ക് തടയാൻ സാധിക്കും. Next question. The most common cause of acute bacterial conjunctivitis among the following are options: Staphylococcus albus, Corybacterium diphtheria, Streptococcus pneumonia, Staphylococcus aureus. The correct answer is Staphylococcus aureus. The most common cause of acute bacterial conjunctivitis among the following are Staphylococcus aureus. കൺജക്ടിവിറ്റീസ്, ബാക്ടീരിയൽ കൺജക്ടിവിറ്റീസ് ഉണ്ടാക്കുന്ന ഓർഗാനിസം ഏതാണ്? സ്റ്റഫൈലോകോക്കസ് ഓറിയസ്. മറക്കരുത്. നമുക്ക് കുറച്ച് ടഫ് ആയിട്ടുള്ള MCQ വി ക്യാൻ ഡിസ്കസ് സം ടഫ് MCQ ഇൻ കമ്മിങ് വീഡിയോസ്. സിമ്പിൾ MCQ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. യു ക്യാൻ വാച്ച് ദ പ്രീവിയസ് വീഡിയോസ് ഫോർ ദാറ്റ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇടുന്നത്. വീഡിയോ നിങ്ങൾ റെഗുലർ ആയിട്ട് വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഞാൻ ഷുവറിറ്റി തരുന്നു, നമ്മുടെ ചാനലിലെ വീഡിയോകളെല്ലാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ഹയർ റാങ്ക് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാലുസൈൻ ഈസ് സീൻ ഇൻ ഓപ്ഷൻസ്: നെഫ്രോപ്പതി, ഹൈപ്പർടെൻസീവ് റെറ്റിനോപ്പതി, റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ്, ഗ്ലോക്കോമ. സാലുസൈൻ ഈസ് സീൻ ഇൻ hypertensive retinopathy. Salucine is seen in hypertensive retinopathy. എന്താണ് salucine? What is salucine? The deflection of retinal vein. The deflection of retinal vein during arteriovenous crossing. ഒരു വ്യതിചലനമാണ്. റെറ്റിനൽ വെയിന്റെ ഒരു ഡിറ്റാച്ച്മെന്റ്, ഒരു വ്യതിചലനമാണ്. ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ സാലുസൈൻ. എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഹൈപ്പർടെൻസീവ് റെറ്റിനോപ്പതിയിലാണ് ഉണ്ടാകുന്നത്. സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലെങ്ത് ഓഫ് യൂസ്റ്റേച്ചിയൻ ട്യൂബ് ഇൻ അഡൽട്സ് ഈസ് ഓപ്ഷൻസ്: 25 cm, 8 cm, 36 mm, 16 mm. So the correct answer is 36 mm. The length of eustachian tube in adults is 36 mm. യൂസ്റ്റേച്ചിയൻ ട്യൂബ് എന്താണ്? മിഡിൽ ഇയറിൽ കാണുന്നതാണ് അല്ലെ. നേസോഫാരിങ്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ട്യൂബാണ് eustachian tube. 36 mm ആണ് അതിന്റെ ലെങ്ത്. So we can move to the next question. Meniere's disease is options: otosclerosis, acoustic neuroma, endolymphatic hydrops, mastoiditis. Meniere's disease is endolymphatic hydrops. ചിലപ്പോൾ ഓപ്ഷനിൽ പോളി ലിംഫറ്റിക് ഹൈഡ്രോപ്സ് എന്നൊക്കെ കാണും. അപ്പൊ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി അപ്പൊ കറക്റ്റ് ആൻസർ ഈസ് എൻഡോലിംഫറ്റിക് ഹൈഡ്രോപ്സ്. മെനിയേഴ്സ് ഡിസീസ് ഇസ് എ ഇന്നർ ഇയർ ഡിസോർഡർ. ഇന്നർ ഇയർ ഇൻഫ്ലമേഷൻ കോസ് മെനിയേഴ്സ് ഡിസീസ്. മെനിയേഴ്സ് ഡിസീസിൽ പ്രധാനമായിട്ട് കാണുന്നതാണ് വെർട്ടിഗോ ആൻഡ് ടിനിറ്റസ്. വെർട്ടിഗോ എന്ന് പറയുമ്പോൾ എന്താണ്? സ്പിന്നിങ് ഓഫ് ദ
ഹെഡാണ്, ഭയങ്കരമായിട്ട് ഒരു തകർക്കം വരുന്നു. അതുപോലെ ടിനിറ്റസ് മീൻസ് റിംഗിങ് ഇൻ ദ ഇയേഴ്സ് ഓർ എനി നോയ്സ് യു ക്യാൻ ഹിയർ ഇൻ ദ ഇയേഴ്സ്. സോ ദാറ്റ് ഈസ് ടിനിറ്റസ്. അപ്പം മെനിയേഴ്സ് ഡിസീസിൽ കാണുന്നതാണ്. ഇൻഫ്ലമേഷൻ ഓഫ് ദ ഇയർ ഉണ്ടായിട്ട് കേൾവി ശക്തി ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. So next question, obesity is associated with all complications except options gallstone, hypertension, osteoarthritis, pancreatitis. Obesity is associated with all complications except ഇതിലെ എല്ലാ കോംപ്ലിക്കേഷൻസിലും ഒന്നൊഴികെ ഒബേസിറ്റി ഉണ്ടാകും. ഏതാണ് ആ ഒന്ന് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഈസ് പാങ്ക്രിയാറ്റൈറ്റിസ്. പാങ്ക്രിയാറ്റൈറ്റിസിൽ there will not be cause obesity. Other gallstones, hypertension, osteoarthritis will cause obesity. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് യു ക്യാൻ എക്സ്പെക്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോട്രിമാക്സസോൾ കണ്ടെയ്ൻസ് 2 antibiotics. What are they? Options: sulfadiazine and trimethoprim, sulfaguanidine and trimethoprim, sulfacetamide and trimethoprim, sulfamethoxazole and trimethoprim. Cotrimoxazole contains 2 antibiotics. What are they? Sulfamethoxazole and trimethoprim. So cotrimoxazole contains sulfamethoxazole and trimethoprim. ഇപ്പോൾ കോൾട്രിമാക്സസോൾ ഉള്ള 2 ആന്റിബയോട്ടിക്സ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ ആണ് ഡി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. So we can move to the next question. Drug of choice for trigeminal neuralgia. Options: carbamazepine, primidone, ethoxyzimide, methoin. Drug of choice for trigeminal neuralgia. So the correct answer is carbamazepine. Drug of choice of trigeminal neuralgia is carbamazepine. അപ്പോൾ trigeminal neuralgia എന്ന് പറയുമ്പോൾ trigeminal nerve, that is the biggest cranial nerve, is occluding. So there is a narrowing of the trigeminal neuralgia nerve that cause severe pain. The nerve that will pass the sensation of the face to the brain. നമ്മുടെ മുഖത്തുള്ള സെൻസേഷൻ ഫേസിലേക്ക് ബ്രെയിനിലേക്ക് പാസ് ചെയ്യുന്ന നെർവാണ് ട്രൈജെമിനൽ. നമ്മുടെ ബിഗസ്റ്റ് ക്രാനിയൽ നെർവാണ്. അപ്പൊ ആ നെർവിലുള്ള നാരോനെസ് ദാറ്റ് വിൽ കോസ് ദ സിവിയർ പെയിൻ. അപ്പൊ ആ പെയിന് കൊടുക്കുന്നതാണ് കാർബാമസെപ്പിൻ. അപ്പൊ കാർബാമസെപ്പിൻ ഓൾസോ ആന്റി എപ്പിലെപ്റ്റിക് ഡ്രഗ്, മെയിൻ ആയിട്ട് ആന്റി എപ്പിലെപ്റ്റിക് ഡ്രഗ് ആണ്. ദാറ്റ് വിൽ ഓൾസോ യൂസ് നെർവ് പെയിൻസ്. So we can move to the next question. The following foodstuff can cause hypertensive crisis during MAOI therapy. Options: aged cheese, red wine, chocolate, all of the above. The following foodstuff can cause hypertensive crisis during MAOI therapy. That is monoamine oxidase inhibitors therapy. അതൊരു ആന്റി ഡിപ്രസൻസ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ് ആണ്. സോ കറക്റ്റ് ആൻസർ ഓൾ ഓഫ് ദ എബോവ് ആണ്. കറക്റ്റ് ആൻസർ ഈസ് ഓൾ ഓഫ് ദ എബോവ്. ബിക്കോസ് MAOI ഡ്രഗ് ദാറ്റ് വിൽ റെഡ്യൂസ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് തൈറാമിൻ കണ്ടന്റ് ഫ്രം ദ ഫുഡ്. തൈറാമിൻ കണ്ടന്റ് ഉള്ള ഫുഡ് കഴിക്കരുതെന്ന് പറയുന്ന കാരണം ഈ MAOI ഡ്രഗ്സ് ദാറ്റ് വിൽ റെഡ്യൂസ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് തൈറാമിൻ ഫ്രം ദ തൈറാമിൻ റിച്ച് ഫുഡ്. തൈറാമിന്റെ അളവ് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ സമ്മതിക്കത്തില്ല ഈ ഡ്രഗ്സ് ഉള്ളത് കൊണ്ട്. സോ ദാറ്റ് വിൽ കോസ് ഇൻക്രീസ് ദ തൈറാമിൻ ഇൻ അവർ ബോഡി. ബ്രേക്ക് ഡൗൺ ആയിട്ട് പോകത്തില്ല, ബ്രേക്ക് ഡൗൺ ആയിട്ട് വേറെ കെമിക്കലായിട്ട് പോകാതെ നമ്മുടെ ശരീരത്തിൽ കിടക്കുന്നതുകൊണ്ട് ദാറ്റ് വിൽ ഇൻക്രീസ് തൈറാമിൻ കണ്ടന്റ് ഇൻ അവർ ബോഡി. ദാറ്റ് വിൽ റൈസ് ദ ബ്ലഡ് പ്രഷർ ആൻഡ് ദാറ്റ് വിൽ കോസ് ഹൈപ്പർടെൻസീവ് ക്രൈസിസ്. നമ്മുടെ ശരീരത്തിൽ തൈറാമിൻ റിച്ച് കണ്ടന്റ് കൂടി വരുന്നു. അത് നമുക്ക് എന്ത് പറ്റുന്നു? ഹൈപ്പർ ടെൻഷൻ കൂടുന്നു. നമ്മൾ പെട്ടെന്ന് മരണത്തിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ MAOI തെറാപ്പി സാധാരണ സൈക്യാട്രിസ്റ്റ് ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യാറില്ല. സാധാരണ SSRI ഒക്കെയാണ് ഇപ്പോൾ കൊടുക്കാറ്. MAOI അങ്ങനെ കൊടുക്കാറില്ല. അപ്പോൾ അത് ഓർത്തിരിക്കണം. ഹൈപ്പർടെൻസീവ് ക്രൈസിസ് വരാനുള്ള കാരണം അപ്പോൾ സാധാരണ ഇപ്പൊ ഈ ചീസ്, റെഡ് വൈൻ, ചോക്ലേറ്റ് ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസിലൊക്കെ അത് സാധാരണ കാണാറുണ്ടെന്നുള്ള മനസ്സിലാക്കണം. So we can move to the next question. The following are the signs and symptoms of tuberculosis except options: yellow sputum with blood spot, fatigue and weight loss, morning stiffness, night sweats.
സോ ദ കറക്റ്റ് ആൻസർ ഈസ് മോർണിംഗ് സ്റ്റിഫ്നെസ്. അപ്പൊ സൈൻസ് ആൻഡ് സിംറ്റംസ് ട്യൂബർക്ലോസിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് അല്ലാത്ത ഏത്? മോർണിംഗ് സ്റ്റിഫ്നെസ് സാധാരണ കാണാറില്ല. ബാക്കിയുള്ള യെല്ലോ സ്പൂട്ടം വിത്ത് ബ്ലഡ് സ്പോട്ട്, ഫാറ്റിക് ആൻഡ് വെയിറ്റ് ലോസ്, ഇപ്പം ഭാരം കുറഞ്ഞു വരികയാണ്, ഓരോ നൈറ്റ് സ്വെറ്റ്സ് ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ TB യുടെ സവിശേഷതകളാണ്, സ്പൂട്ടം വിത്ത് ബ്ലഡ്. പക്ഷേ മോർണിംഗ് സ്റ്റിഫ്നെസ് കാണാറില്ല. So we can move to the next question. A drug used in the diagnosis of myasthenia gravis. Options: edrophonium, physostigmine, pyridostigmine, none of the above. Drug used in the diagnosis of myasthenia gravis, that is edrophonium. Mark it. Myasthenia gravis, we need to diagnose. For that, injection edrophonium is needed. Or tensilon test എന്ന് നമുക്ക് പറയാം. The other name of edrophonium injection is called tensilon test. അത് മാർക്കരുത്. tensilon test തന്നെയാണ് പറയുന്നത്. സോ ഈ ഒരു ഇഞ്ചക്ഷൻ വെക്കുന്നതിന് മുമ്പ് നമ്മുടെ മസിൽ സ്ട്രെങ്ത് അസസ് ചെയ്യും. ദ മസിൽ സ്ട്രെങ്ത് വിൽ അസസ് ബിഫോർ ഗിവിംഗ് edrophonium injection, and also the injection will be given, then muscle test will check, then it will compare. അപ്പൊ അതാണ് മയസ്തേനിയ ഗ്രാവിസ് ഉണ്ടാകുന്ന ഡയഗ്നോസ് ചെയ്യുന്ന രീതി. സോ അതർ നെയിം ഈസ് ടെൻസിലോൺ ടെസ്റ്റ്. മയസ്തേനിയ ഗ്രാവിസിൽ മെയിൻ ആയിട്ട് കാണുന്നതാണ് ടോസിസ്, ഡ്രൂപ്പിംഗ് ഓഫ് ഐലിഡ്, അല്ലെങ്കിൽ ഡിപ്ലോപ്പിയ, ഡബിൾ വിഷൻ എന്തായാലും കാണുന്നുണ്ട്. ഡബിൾ വിഷനും ടോസിസും മെയിൻ ആയിട്ട് മയസ്തേനിയ ഗ്രാവിസിൽ കാണുന്നുണ്ട്, മറക്കരുത്. സോ വി ഡിസ്കസ്ഡ് 15 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഫ്രം ദ കേരള PSC നഴ്സിംഗ് or other pharmacist or medical officer examinations. അപ്പൊ നമുക്ക് ഞാൻ ഇനി തരുന്നത് DME എക്സാമിന് വേണ്ടിയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, നമുക്ക് വളരെ റെയർ ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഓൾസോ വി വിൽ ഇൻക്ലൂഡ്. ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഇംപ്രൂവ് യുവർ നോളജ് ഫോർ ESIC ആൻഡ് റെയിൽവേ എക്സാമിനേഷൻസ് ആൻഡ് DME എക്സാമിനേഷൻസ്. അപ്പൊ നമുക്ക് എന്താ ചെയ്യണം? നമുക്ക് കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് അങ്ങ് പഠിക്കാം. അപ്പൊ നമുക്ക് നിങ്ങൾ അപ്പോൾ സെൽഫ് സ്റ്റഡി ചെയ്യുക, ഞാൻ ടഫ് ക്വസ്റ്റ്യൻസും കൂടെ തരും. അപ്പൊ നമുക്ക് ഒരു നല്ല ഹയർ റാങ്കിലേക്ക്, ഇനി DHS പോലെ ആകരുത്, DMEക്ക് കുറച്ചും കൂടെ നല്ലൊരു ഹയർ റാങ്കിലേക്ക് എത്താനുള്ള ഒരു ശ്രമം നമുക്ക് നടത്താം. ഇപ്പൊ കഴിഞ്ഞ എക്സാമിന് ഇത്ര കട്ട് ഓഫ് ആയിരുന്നു, ലിസ്റ്റിൽ കയറുമോ എന്നൊക്കെ നമുക്ക് ചിന്തിച്ചിരിക്കേണ്ട ആവശ്യമില്ല. അത് പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി വരാനുള്ള DME എക്സാമിന് വേണ്ടി നമ്മൾ പൂർണ്ണമായിട്ടും പ്രിപ്പയർ ആകണം, സജ്ജരാകണം. അപ്പൊ അതിനുവേണ്ടിയുള്ള വീഡിയോകളാണ് ഞാൻ തരുന്നത്. നിങ്ങൾ വീഡിയോ മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ മെമ്പർഷിപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. 19 പേര് ഇപ്പോൾ ഓൾറെഡി മെമ്പർ ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ ദാറ്റ് 19 മെമ്പേഴ്സ്. ഞാൻ അവരുടെ പേര് അടുത്ത പ്രാവശ്യം വായിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് തന്നെ എക്സാം എഴുതാൻ കഴിയട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള ഒരു വീഡിയോ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മുടെ കേരള PSC സൈറ്റിൽ നിന്ന് തന്നെ എടുത്ത് നിങ്ങളോട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു പോയാൽ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്നൊന്നുകൂടെ പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ മോട്ടിവേഷൻ ആയിരിക്കും. താങ്ക് യു.